ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ S24 Ultra വേഴ്സസ് S23 Ultra'യുടെ ഡിസൈൻ ആൻഡ് ഫീച്ചർ കമ്പാരിസൺ ആണ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഫോൺസിലും വല്ല ചേഞ്ചസ് ഉണ്ടോ, ഏതാ മേടിക്കേണ്ടതെന്ന് നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് S24 Ultra'യും റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് S23 Ultra'യാണ്. ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. രണ്ടിൻ്റെ ക്യാമറ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ സൈസ് ഡിഫറൻസ് ഒന്നും ഇല്ല. എന്നാൽ ഇവിടെ ഏറ്റവും അടിയിൽ കാണുന്ന ക്യാമറ മാറ്റിയിട്ടുണ്ട്. S23 Ultra'യിൽ 10 മെഗാപിക്സലിന്റെ 10x ഒപ്റ്റിക്കൽ സൂമുള്ള എപ്പർച്ചർ 4.9 ലെൻസ് ആണ്. എന്നാൽ S24 Ultra'യിൽ അത് 50 മെഗാപിക്സൽ എപ്പർച്ചർ 3.4 ഉള്ള ലെൻസ് ആണ്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം ആൻഡ് 10x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമും ഉണ്ട്. S24 Ultra'ന്റെ ബാക്ക് ഫ്ലാറ്റ് ആണ്. S23 Ultra'യുടെ ബാക്കിൽ ചെറിയൊരു കർവ് ഉണ്ട്. കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഇതേപോലെ നോക്കുകയാണെങ്കിൽ രണ്ടിലുള്ള എഡ്ജസിന്റെ ഡിഫറൻസ് മനസ്സിലാവും. S24 Ultra'യുടെ ടൈറ്റാനിയം ബോഡി വിത്ത് ബ്രഷ്ഡ് മെറ്റൽ ഫിനിഷ് ആണ് വരുന്നത്. S23 Ultra'യിൽ അലൂമിനിയം ബോഡിയാണ്, അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത്. ഇനി നമുക്ക് രണ്ട് ഫോണിന്റെയും സൈഡ്സ് കമ്പയർ ചെയ്യാം. ഫോണിന്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ S24 Ultra'യിൽ വോളിയം റോക്കറും പവർ ബട്ടണും കുറച്ചും കൂടി ഫ്ലാറ്റ് ആൻഡ് വൈഡർ ആയിട്ടുണ്ട്. ഇതിലൊരു കാര്യം പറയാൻ മറന്നത് S24 Ultra'യുടെ വെയിറ്റ് 1 gram കുറച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടും കയ്യിൽ പിടിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടാണ് ആ വെയിറ്റ് ഡിഫറൻസ് അറിയുള്ളൂ. രണ്ടും ആൻഡ്രോയിഡ് 14 റൺ ചെയ്യുന്നത്. പക്ഷേ S23 Ultra One UI 6ലും S24 Ultra One UI 6.1 റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ഫോണിന്റെയും ബോട്ടം സൈഡ് കമ്പയർ ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് മുതൽ സെന്റർ വരെ രണ്ടിനും പ്ലേസ്മെന്റ് സെയിം ആണ്. എന്നാൽ ചാർജിംഗ് പോർട്ടിന്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ S24 Ultra'യിൽ ഇതേപോലെ മൈക്രോഫോൺ ഹോൾ ഇല്ല. അതുപോലെ തന്നെ സ്പീക്കർ ഒരു സ്ലിറ്റ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് S Penന്റെ ഹെഡ് നല്ല ഫ്ലാറ്റും ആണ്. S23 Ultra'യുടെ S Pen ഇപ്പോൾ ഇരിക്കണില്ല, പക്ഷേ ആക്ച്വലി അത് റൗണ്ടഡ് ആയിട്ടാണ് വരിക. ഇനി രണ്ട് ഫോണിന്റെയും ടോപ്പ് സൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ S24 Ultra'യ്ക്ക് രണ്ട് മൈക്രോഫോൺ ഹോൾ ഉണ്ട്. S23 Ultra'യ്ക്ക് ഒരെണ്ണമുള്ളൂ. അതായത് അടിയിലുണ്ടായിരുന്ന മൈക്രോഫോൺ ഹോൾ ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കി. S23 Ultra'യുടെ എഡ്ജസ് ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് സ്ക്രാച്ചസും ഫിംഗർ പ്രിന്റ്സും ഒക്കെ നന്നായിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ S24 Ultra'യാണ് ഭേദം. ഫോണിന്റെ ലെഫ്റ്റ് സൈഡ് കാണാൻ വലിയ വ്യത്യാസമില്ല, രണ്ടും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. S24 Ultra'യിൽ Wi-Fi 7 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കളേഴ്സ് ഒക്കെ പുതിയതാണ്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഷാർപ്നെസ് എപ്പോഴും മാറ്റിയിട്ടില്ല, നല്ല ബോക്സി ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. S23 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ S24 Ultra ശരിക്കും പെർഫെക്റ്റ് ബോക്സ് ഷേപ്പ് ആണ്. കാരണം അതിന്റെ ബാക്ക് മാത്രമല്ല, ഫ്രണ്ട് ഡിസ്പ്ലേയും ഫ്ലാറ്റ് ആണ്. ഈ ഒരു ആംഗുലർ വ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. S24 Ultra'യുടെ ഡിസ്പ്ലേ ഭയങ്കര ഫ്ലാറ്റ് ആണ്. S23 Ultra'യിലാണെങ്കിൽ ഈ എഡ്ജസിൽ ചെറിയൊരു കർവ്നെസ് ഉണ്ടാവും. കുറച്ച് പേർക്കൊക്കെ ഈ കർവ്ഡ് സ്ക്രീനാണ് ഇഷ്ടം, പക്ഷെ ഞാൻ പേഴ്സണലി ഫ്ലാറ്റ് മതി എന്ന് പറയുള്ളൂ. വേറെ ഒന്നല്ല, ഫോണൊക്കെ വാങ്ങിച്ചിട്ട് സ്ക്രീൻ ഗാർഡ് അന്വേഷിക്കുമ്പോൾ ഒരു പരിവാവും. കർവ്ഡ് എഡ്ജസ് ആയതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് വരുന്നതും കുറവാണ്, ഒട്ടിക്കാനും എളുപ്പമല്ല. പിന്നെ ഇതിലത്തെ ഒരു ചേഞ്ച് പറയാനുള്ളത് ഫ്രണ്ട് ക്യാമറയുടെ സൈസ് ലൈറ്റ് ആയിട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ S23 Ultra'യിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണെന്ന് എല്ലാവർക്കും അറിയാം. S24ൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വരുന്നത്. അൾട്രാ സീരീസിൽ മാത്രം സ്നാപ്ഡ്രാഗൺ ഉള്ളൂ. നോർമൽ സീരീസിൽ ഇപ്പോഴും Exynos 2400 ആണ്. ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഈ രണ്ട് ഫോണിന്റെയും ഡിസ്പ്ലേ കാണിച്ചിട്ട് ഫ്രണ്ട് കാണിച്ചിട്ട് പതുക്കെ ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കണേന്ന്. ഇത് അടുത്തൊരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. S24 Ultra'യിൽ കോറിൽ ആർമറാണ് വരുന്നത്. അതുപോലെ തന്നെ അത് 75% റിഫ്ലക്ഷൻ റെഡ്യൂസ് ചെയ്യും. ഞാൻ ഈ രണ്ട് ഫോണും ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻ ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള S24 Ultra'യിൽ സ്ക്രീന് കുറച്ചും കൂടി ഡാർക്ക് ആണ്. റൈറ്റ് സൈഡിലുള്ള S24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിഫ്ലക്ഷൻസും കുറവാണ്. ഇനി ഞാൻ ഫോൺ ടിൽറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഇനി ക്യാമറയിലേക്ക് കിടക്കാം. രണ്ട് ഫോണും ഇപ്പോൾ ഫോട്ടോ മോഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ S24 Ultra'യിൽ ഇൻസ്റ്റന്റ് സൂം ലെവൽസിൽ 5x അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. ഇതേപോലെ നമ്മൾ പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിൽ സൂം ലെവൽസ് 1x 2x ആൻഡ് 3x ആണ് ഇത്ര കാലം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ S24 Ultra'യിൽ 5x കൂടി അവൈലബിൾ ആണ്. ഇനി അടുത്ത് നമുക്ക് വീഡിയോ മോഡിലേക്ക് കിടക്കാം. S24 Ultra'യിൽ വീഡിയോ എടുക്കുമ്പോൾ നൈറ്റോഗ്രാഫി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ക്യാമറ കമ്പാരിസൺ ഇടുന്നതാണ്. സോ ആ ടൈമിൽ ഞാൻ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് ആൻഡ് സൂം ലെവൽസിന്റെ ക്വാളിറ്റി ഡിഫറൻസ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ മോഡിലുള്ള പോലെ വീഡിയോയിലും 5xന്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് S24 Ultra'യിൽ. അത് മാത്രമല്ല, വീഡിയോ മോഡിൽ നമുക്ക് 0.6x മുതൽ 20x വരെ കണ്ടിന്യൂസ് സൂം 4K 60 ഫ്രെയിംസിൽ വരെ S24 Ultra'യിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മോർ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് വ്യൂവിന്റെ പേര് മാറ്റിയിട്ട് ഡുവൽ റെക്കോർഡ് ആക്കിയിട്ടുണ്ട്. ഗാലക്സി AI ഫീച്ചേഴ്സ് കുറേയാണ് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതിന്റെ മാത്രമായിട്ടുള്ള വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള ചേഞ്ചസ് മനസ്സിലായില്ലേ? S24 Ultra നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് S24 സീരീസ് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.